വ്യഭിചാരം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഒന്ന് യുഫ്സിദുദ്ദീൻ, ദീൻ നഷ്ടപ്പെട്ടു തുടങ്ങും. നമുക്ക് റമദാൻ വന്നാൽ എത്ര നോമ്പോറ്റാലും സംതൃപ്തി കിട്ടൂല. ഖുതുബയിലെ ഓരോ വാക്കും നിസ്കരിക്കുമ്പോൾ നമ്മളെ നെഞ്ചത്തിങ്ങനെ വന്ന് കുത്താൻ തുടങ്ങും. നമ്മുടെ കുട്ടികളെ നമ്മളൊരു ചെറിയ കാര്യത്തിന്റെ തെറ്റിന്റെ പേരിൽ ദീനിയായി ഉപദേശിക്കുമ്പോഴും പടച്ചോനെ, ഞാൻ എന്റെ ജീവിതത്തിൽ ആരാരും കാണാതെ ഈ വൃത്തിയേട് ചെയ്യണ്ടല്ലോ എന്ന് നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്ര സാധുക്കൾക്ക് കിറ്റ് വിതരണത്തിന് പൈസ കൊടുക്കുമ്പോഴും പടച്ചോൻ ഇതൊക്കെ അല്ലാഹ് സ്വീകരിക്കോ? കാരണം ആരാരും കാണാതെ പടച്ചോൻ കണ്ടുകൊണ്ട് കുടുംബത്തെ പറ്റിച്ച് മ്ലേച്ഛത തുടങ്ങിയിട്ട് കുറെ അയക്കണല്ലോ. ഇതൊക്കെ പാട് നാളെ പരലോകത്ത് വന്നാൽ ഇത് വേട്ടയാടും നമ്മളെ നിരാശനാക്കും, നമ്മളെ ദീനും വന്ന് വലിപ്പിക്കും. കാരണം ഇനി നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോന്ന് ശൈത്താൻ തോന്നിപ്പിക്കും, ഇനി പള്ളിക്കൊക്കെ വന്നിട്ട് കാര്യമുണ്ടോന്ന് ശൈത്താൻ തോന്നിപ്പിക്കും, ആണിനും പെണ്ണിനും തോന്നിപ്പിക്കും. അതുകൊണ്ട് ആദ്യം ദീന് നമ്മളെ ജീവിതത്തിൽ നിന്ന് കൊണ്ടുപോകും. നമ്മൾ അറിയാതെ വ്യഭിചാരത്തിൽ പെട്ടാൽ ദീന് നമുക്ക് നട്ടാകും. വയുളിമുൽ ഖൽബ്, ഹൃദയം കടുക്കാൻ തുടങ്ങും. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വ്യത്യാസം വരാൻ തുടങ്ങും. ആളുകൾക്കിടയിൽ അഭിനയിക്കാൻ തുടങ്ങും. നല്ല ആളാണ് എന്ന് വരുത്താൻ വേണ്ടി നമ്മൾ കുറെ ആളുകൾക്ക് മുന്നിൽ ആക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഹൃദയം നമ്മൾ അറിയാതെ കറുക്കാൻ തുടങ്ങും. അവസാനം വയുഖരിബുൽ ബുയൂത്ത്, നമ്മുടെ വീടും കുടുംബവും തകരും.